35 ലക്ഷം ആൾക്കാരോളം ഈ പ്രാവശ്യം പൊങ്കാല ഇട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. അപ്പൊ ഈ പൊങ്കാല എന്ന് പറയുമ്പോൾ അഭീഷ്ട വരദായിനിയാണ് അമ്മ. അപ്പൊ ഈ അമ്മയുടെ നമ്മുടെ അഭീഷ്ടത്തിന് വേണ്ടി, നമ്മുടെ ആഗ്രഹ സബലീകരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ അമ്മയ്ക്ക് പൊങ്കാല ഇടുകയാണ്. ചിലവരെ സ്വപ്നം സാക്ഷാത്കരിച്ചതിന് ശേഷം അവരെ ഒരു അമ്മയ്ക്ക് പ്രതിഫലമായിട്ട് പൊങ്കാല ഇടാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒക്കെ ഉള്ള നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറവേറ്റി കഴിഞ്ഞോ അല്ലെങ്കിൽ നിറവേറ്റാൻ വേണ്ടിയിട്ടോ ആണ് നമ്മൾ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുന്നത്. അപ്പം എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. മിക്കവാറും എല്ലാ മനുഷ്യരും അങ്ങനെ രോഗം മാറാൻ വേണ്ടിയിട്ട്, രോഗശാന്തി ഉണ്ടാവാൻ, വീടിന് സമാധാനം ഉണ്ടാകാൻ, കടബാധകൾ മാറാൻ, നമുക്കൊരു നല്ല കരിയർ കെട്ടിപ്പടുക്കാൻ, നമ്മളൊന്നും ഏതാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അമ്മയ്ക്ക് പൊങ്കാല ഇടുന്നു. ആ പൊങ്കാല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു അമ്മയല്ലാതെ അല്ലെങ്കിൽ ആ ഒരു ഭക്തിയിൽ അലിഞ്ഞാണ് നമ്മൾ ആ പൊങ്കാല സമർപ്പിക്കുന്നത്. സാധാരണ ഞാനും ഈ പ്രാവശ്യം പൊങ്കാല ഇട്ട ഒരു വ്യക്തിയാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ട്രിവാൻഡ്രത്ത് ഞാൻ 2015 എല്ലാം പഠിക്കാൻ ട്രിവാൻഡ്രത്ത് വന്നത്. പക്ഷെ എനിക്ക് ഇത്രയും വർഷമായിട്ടും, കഴിഞ്ഞ 11 വർഷമായി ഞാൻ ഇവിടെ ഉണ്ടായിട്ടും എനിക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ഒന്നും പൊങ്കാല ഇടാൻ കഴിഞ്ഞില്ല. വീട്ടിൽ ഞാൻ പൊങ്കാല ഇടാറുണ്ടായിരുന്നു 1-2 തവണ. പക്ഷേ എനിക്ക് അല്ലാണ്ട് പൊങ്കാല ഇടാൻ എനിക്ക് കഴിഞ്ഞിട്ടേ ഇല്ല. പക്ഷെ ഈ പ്രാവശ്യം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അമ്മ നടത്തി തരണമെന്ന്. അപ്പോൾ അങ്ങനെ ഈ പ്രാവശ്യം എനിക്ക് പൊങ്കാല ഇടാൻ സാധിച്ചു. അപ്പൊ നമ്മൾ ഈ ഒരു പൊങ്കാല ഇടുന്ന സമയത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറെ കോൺട്രവേഴ്സികൾ ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചത്. നമ്മുടെ ഒരു നടി, പ്രശസ്തയായെന്നും പറയാൻ പറ്റില്ല, ഒരു ഉദ്ഘാടനത്തിൽ കൂടി പ്രശസ്തയായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അല്ലാണ്ട് അവരെ അധികം സിനിമയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഉദ്ഘാടനങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അവർ ഉദ്ഘാടനത്തിന് വരുമ്പോൾ തന്നെ പലതരത്തിലുള്ള അവരുടെ ഡ്രസ്സിംഗ് കോഡുകൾ, അവരുടെ ഡ്രസ്സിംഗ് വേറൊരു രീതിയിലാണ്. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ സ്ത്രീകൾ സാരി ഉടുക്കുന്നത്, അത്യാവശ്യം സാരി എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് എപ്പോഴും സൗന്ദര്യം കൂട്ടുന്ന ഒരു സംഭവമാണ് സാരി. അപ്പം ആ സാരി ഉടുക്കുമ്പോൾ അവരുടെ സൗന്ദര്യം കുറച്ചുകൂടി കൂട്ടാൻ വേണ്ടിയിട്ട് അവർ സാരി അവിടെയൊക്കെ മാറ്റി അവർ പർപ്പസ്ഫുള്ളി ഇങ്ങനെ മാറ്റി കാണിക്കുന്നതും വീഡിയോക്കാർക്ക് വേണ്ടിയിട്ടും ഇടുന്നതൊക്കെ നമ്മൾ അവരുടെ ക്ലിപ്പിംഗ്സിൽ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അത് അവരുടെ ഒരു ജീവിത മാർഗമായിരിക്കും. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. ചില ആൾക്കാർ മാംസം കാണിച്ചിട്ട് മാംസ പ്രദർശനം നടത്തി നഗ്നമേനി കാണിച്ചു മോഡലായിട്ട് അങ്ങനെയൊക്കെയാണ് അവർക്ക് ജീവിക്കാൻ കഴിയുന്നത്. അത് അവരുടെ എന്തോ ആയിക്കോട്ടെ, അത് അവരുടെ പേഴ്സണൽ ചോയ്സ് മാത്രമാണ്. പക്ഷേ നമ്മൾ ഒരു ഭക്തി നിർഭരമായ ഒരു സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ ദേവിയുടെ പൊങ്കാല അർപ്പിക്കാനാണ് വരുന്നത്. അപ്പൊ അവിടെ വരുമ്പോൾ കുറച്ചു മാന്യമായിട്ടുള്ള ഡ്രസ്സിംഗ് രീതി ആവാം. പക്ഷെ എന്ത് തരത്തിലുള്ള ഡ്രസ്സിംഗ് രീതി ആയാലും ഞാൻ അവരെ ഇവിടെ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾ ഒരു പൊങ്കാല ഇടുമ്പോൾ അവിടെ പൊങ്കാല എന്ന് പറയുമ്പോൾ വെറുതെ ഇടുവല്ല, തീയും പുകയുമാണ്. ആ പുകയുടെയും തീയുടെയും അടുത്ത് നമ്മൾ അടുപ്പിൽ വെള്ളം വയ്ക്കുക, കലവും അടുപ്പിൽ. അപ്പോൾ നമ്മളെ മനസ്സിലെല്ലാം ദേവിയുടെ ഉച്ചാരണം മാത്രമാണ്, ദേവീ മന്ത്രമാണ്. നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ താഴോട്ട് ഒന്ന്